ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വെളുത്തുള്ളി വെച്ചിട്ടൊരു അടിപൊളി അച്ചാറാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാം വെളുത്തുള്ളി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 പച്ചമുളകും കൂടെ വേണം. ഇനി അതൊന്ന് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ചധികം എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചൂടായതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ കളറൊക്കെ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. അത് വഴണ്ടി വരുന്ന സമയത്തേക്ക് നമുക്ക് പൊടികളൊക്കെ എടുക്കാം. അപ്പോൾ പൊടികളായിട്ട് ഞാൻ എടുക്കുന്നത് 2 സ്പൂൺ മുളക് പൊടിയാണ്. 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു കുഞ്ഞ് സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് കായം, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം എൻ്റെ മിക്ക വീഡിയോസിലും കാണുന്നവർക്കറിയാം ഞാൻ അച്ചാർ ഉണ്ടാക്കുമ്പോഴത്തേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ചവർപ്പോ മണമോ രുചി വ്യത്യാസമോ ഒന്നും ഉണ്ടാവാറില്ല. നല്ല ടേസ്റ്റാണ്. മാത്രമല്ല ആ ഒരു ഗ്രേവിക്കൊരു കുറുകുറുപ്പ് കൂടുതൽ കിട്ടത്തേ ഉള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ. ഇനി നമ്മൾ ബ്രൗൺ കളറായ വെളുത്തുള്ളി തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. എന്നിട്ട് അതേ പാത്രത്തിൽ അതേ എണ്ണയിൽ തന്നെ നമുക്ക് കടുക് പൊട്ടിക്കാം. വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട്, എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചച്ചുവ മാറിയതിന് ശേഷം മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാവൂ. ഈ പൊടികളും കൂടെ ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് അതിൻ്റെ ഒരു നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി മുഴുവനായിട്ട് ചേർക്കരുത്. ഒരു 1-2 സ്പൂണൊന്ന് മാറ്റി വെക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതിന് മുൻപായിട്ട് ഞാൻ ചാറ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ച്, അതായത് ഞാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം, തണുപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ, ചാറ് വേണ്ട എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുത്തിട്ട് അതൊന്ന് ആ വെളുത്തുള്ളി അപ്പം മുരിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോഴേ അത് സെറ്റാവത്തില്ല. ഒരു പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആവുന്നത്, നല്ല ടേസ്റ്റും. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് വിനിഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിന് പുളിപ്പോ അങ്ങനെ വേറെ ടേസ്റ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു അച്ചാറാകുമ്പോൾ ഒരു പുളിയും എരിവും ഒക്കെ ഉണ്ടാകണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് വിനിഗർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമുക്കിനി കായം കൂടെ ചേർത്ത് കൊടുക്കാം. കായം ചേർത്തതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ 1-2 സ്പൂൺ ഞാൻ മാറ്റി വയ്ക്കാൻ പറഞ്ഞില്ല, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അപ്പോൾ പാകമായി കഴിഞ്ഞു. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ വിനിഗർ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/2 ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട് ഞാൻ. നന്നായിട്ടെങ്കിൽ പുളിപ്പ് ഇതിലോട്ടൊന്ന് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇനി അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഐറ്റം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കരുത്.